വ്യാപാർ ഡെസ്ക്ടോപ്പ് ബില്ലിംഗ് സിസ്റ്റമാണ്. ഇത് വ്യാപാർ ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് ഹാൻഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഹാൻഡ് ഫ്രീ സ്കാനർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് കണക്ക് നമുക്ക് പ്രിന്ററുണ്ട്, 3 ഇഞ്ച് പ്രിന്ററാണ്. സൂപ്പർ മാർക്കറ്റ് മറ്റുള്ള റീറ്റെയിൽ ഷോപ്പുകൾക്ക് ഉപയോഗിക്കാൻ വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. തെർമൽ പ്രിന്ററാണ്. അത് കണക്ക് ഇത് ക്യാഷ് ഓവർ, ഓട്ടോമാറ്റിക് ക്യാഷ് ഓവറാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ബാർകോഡ്, വയർലെസ് ബാർകോഡ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മതിയാവും. ഒരു വലിയ ഷോപ്പിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇത് മതിയാവും. ഇതിൽ തന്നെ എല്ലാ ഓപ്ഷനും ഉണ്ട്. നമുക്ക് എല്ലാ ടൈപ്പ് ബിസിനസ്സിനും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് എങ്ങനെയാണ് ഇതിപ്പോ ബാർകോഡ് വെച്ചിട്ട് ബില്ല് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ബാർകോഡ് ഇതിൽ തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാനും അതൊക്കെ നമുക്കിപ്പം ബില്ല് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. ഇപ്പൊ നമുക്ക് റോഡ് സൈഡിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള ആർക്കും ഇത് ആക്സസ് ചെയ്യാം. അതിനൊക്കെ നമുക്ക് അക്കൗണ്ടിങ് സെക്ഷന് അവർക്കൊക്കെ ഇത് വേണമെങ്കിൽ ആക്സസ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള എല്ലാ മൾട്ടി യൂസറാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇത് എവിടെ നിന്ന് വേണമെങ്കിലും മോണിറ്റർ ചെയ്യാനൊക്കെ പറ്റുന്ന ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഇതിലെല്ലാ ഓപ്ഷനും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ പാർട്ടീസ്, കസ്റ്റമർ, സപ്ലയർ അങ്ങനെയുള്ള എല്ലാം ചെയ്യാം. ഇവിടെ ഇൻവെന്ററി മാനേജ്മെന്റ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാം. അത് കണക്ക് മാനുഫാക്ചറിങ്, റീറ്റെയിൽ സെക്ടർ, ഹോൾസെയിൽ, അത് കണക്ക് സർവീസ് സെക്ടർ, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ആണ് വ്യാപാര ആപ്ലിക്കേഷൻ. ഇന്ന് തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണിത് വ്യാപാരം. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഒരു ബാർകോഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ബാർകോഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ബില്ലിങ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബാർകോഡ് മിക്കവാറുള്ള പ്രോഡക്റ്റിൽ ബാർകോഡ് ഉണ്ടാകും. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ് കുറച്ച് ചെയ്യാനാണെങ്കിൽ അത് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ബാർകോഡ് സ്റ്റിക്കർ പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററുണ്ട്. അതൊക്കെ 4500 തൊട്ടുള്ള പ്രിന്ററുകൾ അവൈലബിൾ ആണ്. അത് ഇതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ എളുപ്പത്തിൽ. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്കിത് ബില്ല് പ്രിന്റ് ചെയ്യുന്നത് നോക്കാം ബാർകോഡ് വെച്ച്. ഇവിടെ ഫാസ്റ്റ് ബില്ലിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട് പോസ് വ്യാപാറിൽ. ഇപ്പൊ ഇവിടെ ഒരു ഫാസ്റ്റ് ബില്ലിങ്ങിന് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഐറ്റം ഒക്കെ ഇവിടെ എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ടൈപ്പ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഐറ്റം ആഡ് ചെയ്യാം. അത് കണക്ക് ബാർകോഡ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിപ്പോ ഹാൻഡ് ഫ്രീ ആയിട്ടുള്ളതാണ്. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം. ഇപ്പൊ 2 പ്രാവശ്യം സ്കാൻ ചെയ്ത് നമുക്ക് 2 ഐറ്റം 3 ഐറ്റം വരും. അതൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ആർക്കും ബില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നേരത്തെ നമ്മൾ ബാർകോഡ് സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. എന്നിട്ട് ഇതിനെ സേവ് ചെയ്യുക. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിനൊക്കെ പ്രിന്റ് ആവും. പല ഫോർമാറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ സെലക്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഷോപ്പിന്റെ ലോഗോ, അഡ്രസ് എല്ലാം വെച്ച് കൊടുക്കാൻ പറ്റും.